വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് 12th തന്നെ വേറൊരു ചാപ്റ്റർ നോക്കാം. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. സോ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ നോക്കിയിരുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ. ദാറ്റ് മീൻസ് യു ഓൾ നോ ഹൗ ടു ഫൈൻഡ് given function is continuous or not and how to find its derivative also. അപ്പോൾ different types of methods നമ്മൾ നോക്കിയിരുന്നു. How to find the derivative of implicit functions, then logarithmic functions, exponential function, then inverse trigonometric functions, composite functions, function raised to function വരുമ്പോൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, then what is second order derivative. ഈ കാര്യങ്ങളെല്ലാം തന്നെ ലാസ്റ്റ് വീഡിയോസിൽ ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ ചെയ്തതാണ്. സോ നെക്സ്റ്റ് ഇസ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. അവിടെ തന്നെ എന്തിനാണ് ഡിഫറൻഷിയേറ്റ് നമ്മൾ ചെയ്യുന്നത്, എന്തിനാ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത്. സോ അതിൻ്റെ ആപ്ലിക്കേഷൻ വേർ വി വിൽ അപ്ലൈ ദീസ് തിങ്സ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പൊതുവെ നിങ്ങൾ എപ്പോഴും എന്തിനാ ഈ ഡിഫറൻസിയേഷനും ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും എന്തിനാ ഇൻറ്റഗ്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ കാര്യങ്ങൾ എന്തിനായി പഠിക്കുന്നതെന്ന് പലപ്പോഴും കുട്ടികൾക്ക് ഇത് കാരണം തന്നെ മാത്സ് വെറുത്ത് പോകാറുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ നമ്മുടെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടുവരുന്നത് സയൻസിലാണ്, ഈ മാത്സിൻ്റെ. അതായത് നിങ്ങളുടെ ഫിസിക്സ്, അവിടെയാണ് റേറ്റ് ഓഫ് ചേഞ്ചും അല്ലേ, നിങ്ങളുടെ വെലോസിറ്റി, ആക്സിലറേഷൻ ഇതൊക്കെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. That itself is the application of differentiation. അവിടെയൊക്കെയാണ് നമ്മൾ ഈ ഡിഫറൻസിയേഷൻ ചെറിയ രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞാൽ സിമ്പിൾ വേയിൽ എവിടെ അപ്ലൈ ചെയ്യുന്നു ഇൻ ഫിസിക്സ് ഇറ്റ്സെൽഫ് നിങ്ങൾ പഠിക്കാൻ അവിടെ കാണുന്ന കാര്യങ്ങൾ, ദ ഡെഫിനിഷൻസ്, വെലോസിറ്റി ആൻഡ് ഓൾ ദീസ് തിങ്സ് എല്ലാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിവിടെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസേ പഠിക്കുന്നുള്ളൂ. Which all applications that we are going to deal with എന്നുള്ള കാര്യം നോക്കാം. So first application, to determine the rate of change of quantities. Rate of change, quantitiesന്റെ rate of change determine ചെയ്യും. അതിന് നമ്മൾ സാധാരണ ഫിസിക്സിൽ നിങ്ങൾ ഈ ഒരു കാര്യം ds/dt എന്ന വേർഡ് you already know അല്ലേ. This means what? Rate of change of s means distance with respect to the time t അല്ലേ. ds/dt means rate of change of distance with respect to time t. Here s is a dependent quantity and t is a independent quantity, isn't it? Here s is a dependent quantity and t is an independent quantity. So we can say that rate of change of quantity is the derivative of dependent quantity with respect to independent quantity. With respect to the quantity that which it depends. ആ ഡിപ്പെൻഡ് ക്വാണ്ടിറ്റി ഏത് ക്വാണ്ടിറ്റീനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനോട് ചേർത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ദ മീനിങ് ഓഫ് ദിസ് ds/dt. So dy/dt means rate of change of y with respect to time t, or dy/dx means rate of change of y with respect to x. Here y is the dependent quantity and x is the independent quantity. So that it means rate of change means the derivative of dependent quantity with respect to the quantity at which it depends. That is what the meaning of rate of change. Next, rate of change of quantity at a point. ഒരു പോയിന്റിലെ rate of change, ഒരു ക്വാണ്ടിറ്റിയുടെ rate of change. Suppose quantity y varies with another quantity x. Here y is the dependent variable and x is the independent variable. Suppose quantity y varies with another quantity x, then the rate of change of y with respect to x at point x is equal to x naught is given by dy/dx at x is equal to x naught. That means first you have to find the derivative of y with respect to x. After that you have to give that value x naught at that point x. ആദ്യം നിങ്ങൾക്ക് ഗിവൺ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുക. ഡെറിവേറ്റീവ് കണ്ടതിന് ശേഷം ഏത് പോയിന്റ് ആണോ പറഞ്ഞിരിക്കുന്നത് ആ പോയിന്റ്, അതായത് ഇപ്പോൾ സപ്പോസ് എക്സ് നോട്ട് ഇവിടെ 1 ആണെങ്കിൽ ആ 1 ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയ ആൻസറിന്റെ എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കുക. ദാറ്റ് ഈസ് വാട്ട് ദിസ് മീൻസ്. അതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ. സോ നെക്സ്റ്റ്
rate of change of two variables. രണ്ട് വേരിയബിൾസിന്റെ rate of change എങ്ങനെയാണെന്ന് നോക്കാം. That is, suppose two variables are varying with respect to another variable t. That is, y is equal to f of t and x is equal to g of t. Then rate of change of y with respect to x is given by dy by dx is equal to dy by dt into dt by dx. അതായത് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് നോക്കിയിരുന്നു, അല്ല പാരാമെട്രിക് ഫംഗ്ഷൻസ്, സോറി നോട്ട് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്, പാരാമെട്രിക് ഫംഗ്ഷൻസ്. ആ രീതിയാണ് അവിടെ dy by dx നമ്മൾ കണ്ടത്. dy by, if t is the parameter, means dy by dt into dt by dx. That is the way we found dy by dx. The same is mentioned here. Rate of change of two variables. Suppose two variables are varying with respect to another variable t, that is y is equal to f of t and x is equal to g of t. Then rate of change of y with respect to x is given by dy by dx is equal to dy by dt into dt by dx. The term rate of change means the instantaneous rate of change itself. And if dy by dx, that rate of change is positive, means y increases, then x increases, and if it is negative, means decreases, y decreases, then x also decreases. Method to find rate of change, that I will explain using an example. Okay, how to find the rate of change if a question is given. എങ്ങനെ നമുക്ക് rate of change കണ്ടുപിടിക്കാം എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A balloon which always remains spherical has a variable radius. Find the rate at which the volume increasing with respect to its radius when the radius is 7 cm. അപ്പോൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടിയാൽ, റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ, ഫസ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ വിച്ച് ഇസ് ദ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി ആൻഡ് വിച്ച് ഇസ് ദ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ഏതാണ് ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി, ഏതാണ് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി എന്ന് കണ്ടുപിടിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വോളിയം ഇൻക്രീസിംഗ് with respect to its radius. That means here volume is the dependent quantity and it depends upon the radius. That means radius is the independent quantity. So let x be the radius and v be the volume. And the balloon is in the shape of sphere. So we all know what's the formula to find the volume of a sphere. Volume is 4 by 3 pi r cube. Here r is equal to x. So 4 by 3 pi x cube. Now, അപ്പോൾ rate of change of volume ആണ് നമുക്ക് കാണേണ്ടത്. We got that volume as the dependent quantity. ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനെയാണ്? റേഡിയസിനെ. സോ വിത്ത് റെസ്പെക്ട് ടു അതിനോടുകൂടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ അപ്പോൾ നമുക്ക് കിട്ടി വോളിയത്തിൻ്റെ ഇക്വേഷൻ. സോ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് യൂസിങ് ദാറ്റ് ഇക്വേഷൻ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഡിപ്പെൻഡൻറ്റ് ഏത് ക്വാണ്ടിറ്റിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനെ കൊണ്ട്. സോ ഹിയർ dv by dx with respect to that radius. Radius is x here. So dv by dx. അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4 by 3 pi is a constant. So 4 by 3 pi into x cube. Its derivative is 3x square. So what we got? 4 pi x square. So dv rate of change of volume with respect to radius is 4 pi x square. Now one point is given. If when the radius is 7 cm, then what is the rate of change? അപ്പോൾ ഒരു പോയിന്റ് 7 എന്ന പോയിന്റിൽ what will be its rate of change? അപ്പോൾ കിട്ടിയ ഡെറിവേറ്റീവിന്റെ എക്സിന്റെ പ്ലേസിൽ what we want to give? 7. Rate of change of volume at radius 7 is equal to 4 pi into 7 square. That we will get as 196 pi centimeter cube per centimeter. dv by dx. വോളിയത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ്, സിൻസ് റേഡിയസ് is given in centimeter. So വോളിയത്തിൻ്റെത് സെന്റിമീറ്റർ ക്യൂബ് by radius centimeter. That is why centimeter cube per centimeter. This is the way to find the rate of change of a quantity. For a problem kittiya, first you have to identify which is the dependent quantity and which is the independent quantity. Sometimes rate of change of independent quantity തന്നിട്ടുണ്ടാവും. Rate of change of independent quantity must be given. Now we want to find the rate of change of dependent quantity with respect to that independent quantity. With respect to that independent quantity എന്ന് പറയുമ്പോൾ ആ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി ഏതിലെയാണോ ഡിഫറെൻറ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്ത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The radius of a circle increases at the rate of 0.2 meter per second. Calculate the rate of increase of area when radius is 5 centimeter. നമുക്ക് we want to find the rate of change of area with respect to radius.
Here area is the dependent quantity and radius is the independent quantity. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? Radius of a circle increases at the rate of 0.2 meter per second. That means radius circle radius, that is the independent quantity here, അതിന്റെ rate of change with respect to time is given as 0.2 meter per second. അപ്പോൾ therefore let the radius be x and a be the area. We all know area of a circle is pi r square. Here r is x, so pi x square. And rate of change of radius with respect to time is given as 0.2, that is dx by dt is given as 0.2. Next, we want to find rate of increase of area with respect to radius. Radius in the rate of area rate of change കണ്ടുപിടിക്കണം. അപ്പോൾ radius എങ്ങനെ ഏതിനോടാണ് with respect to change ചെയ്യുന്ന ടൈമിനോട്. അപ്പോൾ നമ്മൾ ഏരിയ എടുത്ത് കണ്ടുപിടിക്കുമ്പോൾ അതിനോട് കൂടി തന്നെ, that is dA by dt equal to pi x square in differentiate ചെയ്യുമ്പോൾ what we will get? Pi x square 2x with respect to t, so dx by dt, and we know the value of dx by dt is 0.2, so 2 pi x into 0.2, that's equal to 0.4 pi x. Now rate of increase of area when radius is 5 centimeter, that means radius 5 means just give the value of x as 5, so dA by dt is equal to 2 pi centimeter square per second. ഇതാണ് ഞാൻ പറഞ്ഞത്. That is sometimes rate of change of independent quantity is given and we have to find the rate of change of dependent quantity with respect to the rate at which that independent quantity is varying. അത് ഏതിനോടാണോ ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ അതിന് എക്സാമ്പിൾ ആണിത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. ബട്ട് ഇവിടെ റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു എന്താണ് ടൈമിന് with respect to rate of change of that radius with respect to time is given. അപ്പോൾ നമ്മൾ ഏരിയയും with respect to ടൈമിൽ തന്നെ ചെയ്യണം. Rate of change of independent quantity is given and we have to find the rate of change of dependent quantity by using the rate of change of that independent quantity varies. Next application എന്ന് പറയുന്നത് problems based on marginal cost and marginal revenue. Before that we want to know about what is meant by marginal cost. Marginal cost എന്താണെന്ന് അറിയാം. Marginal cost represents the instantaneous rate of change of total cost with respect to the number of items produced at an instant. So marginal cost എന്ന് പറയുന്നത് rate of change of total cost with respect to number of items produced at an instant. So C of x that denotes the cost means then marginal cost, that is MC, that is d by dx of C of x. C of x എന്ന് പറഞ്ഞാൽ കോസ്റ്റ് തന്നിട്ടുണ്ടാവും. മാർജിനൽ കോസ്റ്റ് ആണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഫൈൻഡ് ദ d by dx. ആ C of x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x. സോ that gives the marginal cost. Marginal cost means instantaneous rate of change of total cost with respect to number of items produced at an instant t. ഒരു എക്സാമ്പിൾ നോക്കാം. Example, total cost C of x is equal to 0.005 x cube minus 0.02 x square plus 30x plus 6000. Find marginal cost when 4 units are produced. So marginal cost means derivative of that cost with respect to x. So C of x is given, just find its derivative. X cube's derivative is 3x square, x square 2x, x 1, since it is a constant, derivative 0, so we will get 0.005 into 3x square minus 0.02 into 2x plus 30. Now when 4 units are produced, that means that a point is given, that point is given as 4, so give 4 to that x here in that equation. Simplifying, we will get it as rupees 30.08. This is one example. The same way you have to do the other questions. Next comes marginal revenue. Marginal revenue means rate of change of total revenue with respect to the number of items sold at an instant. Rate of change of total revenue with respect to the total number of items sold at an instant.
R of x denote that revenue function, then MR, marginal revenue, is equal to derivative with respect to dr of x by dx. നേരത്തെ marginal cost means dc of x by dx. Here r of x, mr means dr of x by dx. ഒരു example നോക്കാം. Example, if r of x is equal to 3x square plus 6x plus 5, find marginal revenue when x is equal to 5. So we want to find marginal revenue at x is equal to 5. What is given? R of x is equal to 3x square plus 6x plus 5. Then marginal revenue means dr by dx. Differentiate with respect to x. This 3x square, 6x, 6. So dr by dx is equal to 6x plus 6. Then when x is equal to 5, that means just give the value 5 in the variable x. So what we will get? 6 into 5 plus 6, that is equal to 36. So the marginal revenue is equal to rupees 36. This is the way. So easy. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്, ചെയ്ത് നോക്കാം. മാർജിനൽ കോസ്റ്റിൻ്റെ മാർജിനൽ റവന്യൂ 1 മാർക്ക് ക്വസ്റ്റ്യൻസിന് ചോദിക്കാം. ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, അതിൻ്റെ എക്സാമ്പിൾസ് ഇഷ്ടംപോലെ ഉണ്ട്. അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആവാം, 4 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. അത് ടെക്സ്റ്റിൽ മാക്സിമം പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി ഏതാണ്, ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി ഏതാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഡിഫറൻഷിയേറ്റ് ദാറ്റ് ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു ദി ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി. അതിന് എപ്പോഴും നമുക്ക് വോളിയം, ഏരിയ, അത് സ്പിയറിൻ്റെത്, പിന്നെ സർക്കിളിൻ്റെത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് ആ ഫോർമുലാസ്, ഹൗ ടു ഫൈൻഡ് ദ ഏരിയ, വോളിയം ഓഫ് സ്ക്വയർ, എല്ലാ സോളിഡ് ഷേപ്സിൻ്റെയും ഏരിയയും വോളിയം കാണാനുള്ള ഫോർമുലകൾ അറിയണം. എന്നാൽ മാത്രമേ ഇത് ഈസി ആവുള്ളൂ. ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ടുമുണ്ട് റേറ്റ് ഓഫ് ചേഞ്ച്, ഇൻക്രീസ്, കുറേ കാര്യങ്ങൾ, ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഡിക്രീസിങ് ഫംഗ്ഷനിലൊക്കെ നോക്കാൻ വേണ്ടി. സോ ദാറ്റ് ടൈം വി നീഡ് ദീസ് സോളിഡ് സർഫസ്, സോളിഡ് ഷേപ്സിൻ്റെ സർഫസ് ഏരിയയും വോളിയവും എല്ലാം കാണാനുള്ള ഫോർമുല അറിയണം. നെക്സ്റ്റ് ഈ ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദ ഇൻ്റർവെൽ അറ്റ് വിച്ച് ദ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എന്നുള്ളത്. To find at which interval the given function is increasing or decreasing. Before that we want to know what is an increasing function. എന്താണ് increasing function എന്ന് അറിയാം. For that, let I be an open interval contained in the domain of the real valued function f. ഒരു ഫംഗ്ഷൻ എഫിൻ്റെ ഐ എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇൻ്റർവൽ ആണ്, അതിൻ്റെ ഡൊമെയിനിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവൽ ആണ് ഈ ഐ എന്ന് പറയുന്നത്. ലെറ്റ് ഐ ബി ആൻ ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്ൻഡ് ഇൻ ദ ഡൊമെയിൻ ഓഫ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ്. Then a function f is called increasing in I. ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ എഫ് ഇൻക്രീസിങ് ആണെന്ന് എങ്ങനെ പറയും? If x1 less than x2 implies f of x1 less than or equal to f of x2, where x1 and x2 belongs to this I. അപ്പോൾ എപ്പോഴാണ് ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറയുന്നത്? f of x1 less than x2 implies f of x1 less than or equal to f of x2. This is the graph of that increasing function. പേര് പോലെ തന്നെ ഇൻക്രീസ് ചെയ്യുക. Now when we say that is strictly increasing means x1 less than x2 implies f of x1 less than, f of x1 less than f of x2. ഇവിടെ ഒരു equal to പാടില്ല, strictly increasing. So the graph കേറിക്കോ, this is the graph of that strictly increasing function. Decreasing function, a function f is called decreasing in I if x1 less than x2 implies f of x1 greater than or equal to f of x2. This is the graph of decreasing function. In strictly decreasing means x1 less than x2 implies f of x1 greater than f of x2. This is the graph of strictly decreasing. For example, show that f of x is equal to 3x plus 5 is strictly increasing on R. F of x is equal to 3x plus 5 in the function real numbers is strictly increasing on. So the f of x given as f of x is equal to 3x plus 5. Let x1 x2 belongs to R such that x1 less than x2. Then x1 x2 R le രണ്ട് element എടുക്കുന്നു. എങ്ങനെയുള്ളത്? x1 less than x2. Then 3x1 also will be less than 3x2. x1 less than x2 ആണ്. അപ്പോൾ രണ്ട് സൈഡിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? 3x1 is less than 3x2. Adding 5 on both sides, then also that inequality remains same. 3x1 plus 5 less than 3x2 plus 5. That means f of x1 less than f of x2. By definition, a function f is said to be strictly increasing if x1 less than x2 implies
f of x1 less than f of x2. So here we got x1 less than x2 implies f of x1 less than f of x2. So the function 3x plus 5 is strictly increasing on R. To check or find given function is increasing or decreasing, we use this first derivative test. Let f be continuous on closed AB and differentiable on open AB, then f is increasing in closed AB if f dash of x greater than 0, decreasing if f dash of x less than 0, and it is constant in AB if f dash of x is equal to 0. These conditions are whether the given function is increasing or decreasing. For example, question. Show that the function f of x is equal to cos square x is strictly decreasing on open interval 0, pi by 2. And then our first derivative test f of x and f dash of x. What is its nature in that interval? F dash of x is minus 2 cos x sin x, that is minus sin 2x. Minus sin 2x minus sin 2x is less than 0 in open interval 0, pi by 2. So f dash of x is less than 0. So what we got? This f of x cos square x is strictly decreasing. F of x is log sin x, strictly increasing on open interval 0, pi by 2 and strictly decreasing on open interval pi by 2 pi. F of x is log sin x. So f dash of x is 1 by sin x into cos x, that is cot x. So x belongs to 0, pi by 2. Open interval 0, pi by 2. The value of cot x is greater than 0. So f dash of x is greater than 0. F dash of x is greater than 0 means it is strictly increasing. And x belongs to open interval pi by 2 pi. There the value of cot x is less than 0. That means f dash of x is less than 0. That means at that interval it is strictly decreasing. Find whether the given function is strictly increasing in this interval. Find the intervals in which the given function is strictly increasing or decreasing. That is, we want to find the intervals. Which interval is function strictly increasing or strictly decreasing in the karyam kandupidikkanaayirikkum. Adutha varunna ee section ulla adutha type of questions. So angane oru question nokka. Find the intervals in which f of x is equal to 4x cube minus 6x square minus 72x plus 30 is strictly increasing and decreasing. Which interval is function, this given function strictly increasing and decreasing. That time what we want to do is just write the given function f of x. Endalum strictly decreasing, increasing, first derivative test we want to find f dash of x. So f dash of x polynomial. So f dash of x 12x square minus 12x minus 72. Now intervals what you want to do is equate that f dash of x to 0 and find the value of x. F dash of x is 0 like equate x in the value kanduvidikka. Function ano thanna adinte derivative kanduvidikka. After that our derivative is 0 node equate our variable the value kanduvidikka. So ഇവിടെ 12x square minus 12x minus 72 equal to 0. ഞാൻ 12 common എടുത്തു. So 12 into x square minus x minus 6 is equal to 0. Quadratic equation. So 12 into x minus 3 into x plus 2 equal to 0. അപ്പോൾ value of x we will get as 3 and minus 2. 3 ഉം minus 2 ആയി കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ given number line ഈ given points ആയിട്ട് divide ചെയ്യുക. അതായത് 3 points ആയിട്ട് എനിക്ക് divide ചെയ്യാം. Number line means minus infinity to positive infinity. So എനിക്ക് കിട്ടിയ point 2 points I got, that is minus 2 and 3. So minus 2 infinity to minus 2. Open interval minus infinity to minus 2. One interval. Then minus 2 to minus 3. Minus 2 to 3. The next interval. And 3 to infinity. അങ്ങനെ മൂന്നായി ഞാൻ divide ചെയ്തിരിക്കുന്നു. That is the given number line minus infinity to infinity ആണ്. അതിനെ കിട്ടിയ points ആയിട്ട് divide ചെയ്യാം. ഇവിടെ എനിക്ക് രണ്ട് points കിട്ടി. So I will get 3 intervals. That is minus infinity to minus 2. Open interval minus infinity to minus 2. First interval. Then open interval minus 2 to 3. And then open interval 3 to infinity. ഇനി ഈ ഓരോ interval what is the nature of the function എന്ന് നോക്കുക. ഈ ഓരോ interval എടുത്ത് just check it.
just take the first interval, that is minus infinity minus 2. Open interval minus infinity minus 2. Our f dash of x in the nature ആണ് നോക്കണ്ടേ. f dash of x നമുക്ക് ഇങ്ങനെ കിട്ടി 12 into x minus 3 into x plus 2. So minus infinity minus 2 ഒരു പോയിന്റ് എടുക്കുക, minus 4. Let it be minus 4. minus 4 ഈ ഇന്റർവെല്ലിൽ ബിലോങ് ചെയ്യുന്നതാണ്. അത് f dash of x ന് ആ വാല്യൂ കൊടുത്തു നോക്കുക. minus 4 കൊടുക്കുമ്പോൾ what we are getting? minus 4 minus 3 minus, then minus 4 plus 2, that comes again minus, then minus into minus up and down mari positive. So f dash of x is greater than 0. ഞാൻ minus 4 എടുത്തു, f dash of x നാണ് ആ വാല്യൂ കൊടുക്കുന്നത്. f dash of x ന് ആ വാല്യൂ കൊടുക്കുമ്പോൾ what value we are getting? Is it positive or negative? Greater than 0 ആണോ less than 0 ആണോ നോക്കുക. ഞാൻ minus 4 എടുത്തപ്പോൾ minus 4 minus 3 minus 7, that into minus 4 plus 2. minus 4 plus 2 is minus 2. അപ്പം minus 7 into minus 2 plus 14. So greater than 0. So in this interval the function is strictly increasing. അതുപോലെ just take the next interval minus 2 3. Then just give some value in between minus 2 3 ന് ഇടയിൽ value 0 come in between this interval അല്ലേ. അപ്പോൾ 0 minus 3 into 0 plus 2. 0 minus 3 minus 3 minus 3 into 2 minus 6, which is less than 0. For our interval the function is strictly decreasing. Now നമ്മുടെ മൂന്നാമത്തെ interval 3 infinity. Just look at the nature. What is our f dash of x there? 3 infinity. Just take 4 minus 3 1, 4 plus 2 6, 1 into 6 greater than 0. So f dash of x is greater than 0. അപ്പോൾ in these two interval minus infinity to minus 2 3 infinity the given function is strictly increasing, and in this interval minus 2 3 the given function is strictly decreasing. ഇതാ ഇങ്ങനെയാണ് intervals. ഏത് ഇന്റർവെല്ലിലാണ് given function strictly increasing ആണോ decreasing ആണോ നോക്കണ്ടേ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? just take the given function, find its derivative and equate that derivative to 0 and find the value. After that divide the number line into intervals. Here I got 2 values, so I divided the number line into 3 intervals and just check the nature of the given function f dash of x, whether it is less than 0 or greater than 0 in those intervals. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. Find the intervals in which the function f of x is equal to sin x plus cos x, where x belongs to open interval 0 pi by 2 is strictly increasing or decreasing. So here given function f of x is equal to sin x plus cos x. ഏത് ഇന്റർവെല്ലാണ് നാം കാണേണ്ടത്? f dash of x means sin x in the derivative cos x minus sin x. So f dash of x is cos x minus sin x. Now equate that f dash of x to 0. That f dash of x is equal to 0. That means cos x minus sin x is equal to 0. Implies cos x is equal to sin x. That means tan x is equal to 1. Cos x is equal to sin x. The value of x is equal to അല്ലേ പൈ ബൈ 4. അപ്പോൾ ഈ എക്സ് 0-നും പൈ ബൈ 2-നും ഇടയിലാണ്. പൈ ബൈ 4 ഏതിനിടയിൽ ബിലോങ് ചെയ്യുന്നതാണ്? 0-നും പൈ ബൈ 2-നും ഇടയിൽ ബിലോങ് ചെയ്യുന്നത്. സോ വി ഡിവൈഡ് ദാറ്റ് ഇന്റർവൽ ഇൻ 2. 0 പൈ ബൈ 2 എന്ന ഇന്റർവെല്ലിനെ എന്താ 0 പൈ ബൈ 4ഉം ഓപ്പൺ ഇന്റർവെൽ 0 പൈ ബൈ 4 ആൻഡ് പൈ ബൈ 4 പൈ ബൈ 2. ഇനി 0, പൈ ബൈ 4 ഓപ്പൺ ഇന്റർവെൽ 0 പൈ ബൈ 4ൽ the value of cos x is greater than sin x. So cos x minus sin x greater than 0 ആണ്. So f dash of x greater than 0. So strictly increasing. Next second interval pi by 4 pi by 2. ആ interval the value of cos x is less than sin x. അറിയാമല്ലോ നിങ്ങൾക്ക് വാല്യൂ സൈൻ്റെ വാല്യൂ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? സൈൻ്റെ വാല്യൂ അല്ലെ വാല്യൂ പൈ ബൈ 4 അതായത് 45-ക്കും 90-ക്കും ഇടയിൽ the value of cos x is less than. So f dash of x എന്ന് പറയുന്നത് എന്തായി മാറും? cos x minus sin x ആണ്. So less than 0. So f dash of x is less than 0. So in 0, pi by 4, open interval 0 pi by 4, the function is strictly increasing, and open interval pi by 4 pi by 2, the function is strictly decreasing. ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഇതുപോലത്തെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ചെയ്ത് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്യുമ്പോഴാണ് എക്സാമ്പിൾ ഷുവറാണ്. Find the intervals and which this function given function is increasing or decreasing എന്ന് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്. സോ പ്രോബ്ലംസ് ചെയ്തു പഠിക്കും. സോ ഈ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഫിഡൂസ് ഗണിതലോക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക.
എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം ഞാൻ. സോ താങ്ക് യു വൺസ് മോർ.